8 കോടിയോളം വിലപിടിപ്പുള്ള മയക്കുമരുന്നുകളാണ് 2 ബാംഗ്ലൂർ സ്വദേശികളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ ഞാൻ പിടികൂടിയത്. MDMA എന്ന് പറഞ്ഞ് കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് കൽക്കണ്ടം. മയക്കുമരുന്ന് അറിയാൻ കഴിയാത്ത താനൊക്കെ എന്ത് വാഴയ്ക്കാണോ കൊലത്തേത്? പൊട്ടനാണ്. കാസർഗോഡ് സ്വദേശി ബിജു, കണ്ണൂർ സ്വദേശി മണികണ്ഠൻ എന്നിവർ 5 മാസം ജയിലിൽ കിടന്ന ശേഷമാണ് രാസപരിശോധനാ ഫലം വന്നത്. ഏതാനും വില ഇവർക്കേ പറയാൻ പറ്റൂ. മെറ്റീരിയൽ ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാ. എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ടോ തനിക്ക്? സർ 15. മയക്കുമരുന്ന് തിരിച്ചറിയാൻ കഴിയാത്ത താനൊക്കെ എന്ത് വാഴയ്ക്കാണോ കൊലത്തേത്? ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്. കേസിൽ അറസ്റ്റിലായി 150 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് ശരിക്കും? അപ്പോൾ അവൻ്റെ വീട്ടിലേക്കുള്ള കുട്ടികൾക്കുള്ള ആവശ്യാർത്ഥം മേടിച്ച ഒരു 100 ഗ്രാം കൽക്കണ്ടം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. രാവിലെ ചാവടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ ഡിവൈഡർ കയറി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സംഗതി 5-6 പേര് വന്നു. ഞാൻ പറഞ്ഞു, സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിന് ബാക്കി അത് കൽക്കണ്ടാണ്, അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അല്ലല്ല, ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുവന്നത്, എവിടെ നിന്ന് കിട്ടി? അങ്ങനെ കിട്ടി. പിന്നെ അപ്പം തന്നെ സ്പോട്ടിൽ ആങ്ങപ്പെട്ടു, മൊബൈൽ മേടിച്ചു, സ്വിച്ച് ഓഫ് ആക്കി. നീ എല്ലാം ജയിലിലോട്ട് വന്നേക്ക്, നിന്റെ എല്ലാം വാരിയെല്ലാം ഓരോന്നായിട്ട് വരും. നിങ്ങളുടെ കയ്യിലുള്ള സാധനം MDMA ആണ് എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവനൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അവൻ മംഗലാപുരത്ത് നിന്ന് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ദൈവം അതോട്ടാണോ. അപ്പം ഞാൻ അവനോട് ചോദിച്ചാൽ അല്ല ബുജു ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സാധനം സത്യം പറഞ്ഞാൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നത്. ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കഴിച്ചതാണല്ലോ, ഇതിന് ഞങ്ങൾ കഴിച്ചപ്പോൾ മധുരമാണ്. ജയിലിൽ ചെന്നപ്പോൾ ജയിലിലുള്ള കൂട്ടാളികളാണ് പറയണത് ഇത് ഒറിജിനൽ കയ്പ്പാണ്, ഇത് നിങ്ങൾ തിന്നത് കലക്കണം തന്നെ. പോലീസ് എന്ത് ചെയ്തു? ഒന്നും ചോദിച്ചൊന്നുമില്ല, ഒരു കാര്യം ചോദിച്ചില്ല. ഇത് എവിടുന്ന് കിട്ടി, ആര് തന്നു, എവിടെ കൊടുക്കണം, അതാണ് ഒറ്റ ചോദ്യം, വേറൊന്നുമില്ല. ഇനി നിങ്ങൾ കൂടുതൽ വർത്താൻ ഓടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് 2 പേര് കൈ കാങ്ങപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? ആരോട് എന്ത് പറയാനാ? ഇവരോട് പറഞ്ഞവർ കേൾക്കുന്നില്ല. 13-ാം ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റോടും പറഞ്ഞു, സാറേ ഞങ്ങളത് അതൊന്ന് ലാബ് റിപ്പോർട്ട് നിങ്ങൾ പെട്ടെന്ന് തരാമോ, അത് ഞങ്ങൾ സാധനം കലക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ആരും കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഞാനിപ്പോൾ എന്താ പറയണ്ടേ? അങ്ങനെ 151 ദിവസം ഉള്ളിൽ കിടക്കേണ്ട വന്നു. I pity you for the dirty game you have played in this case, that of a manipulator. ഡിവൈഡർ കയറി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സംഗതി 5-6 പേര് വന്നു. പിന്നെ ലുങ്കി നമ്മൾ സാധാരണ സിവിലിൽ വന്നിട്ട് സംഗതി പെട്ടെന്ന് കൈ കയറി പിടിച്ചു. ഞങ്ങൾ സ്ക്വാഡാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കാഞ്ഞങ്ങാടാണ്, ഞങ്ങൾ ജോലിയുടെ ആവശ്യത്തിനാണെന്നാണ് പറഞ്ഞു. കിശലിനാണ് വെച്ചു. ഞാൻ 2 കിശലൊന്നുമില്ല പറഞ്ഞു. വെറുതെ വിട്ടുവെങ്കിലും ജോലിയില്ലാതെ നാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ബിജു. എന്നുവെച്ചാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മളെ പള്ളിയിലെ ഇടവകയിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി പള്ളിയിൽ പോകുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ മുഖത്തോട്ട് നോക്കുകയും നമ്മളെ ഒരു പരിഹാസ ജീവിയെ പോലെ, കാണാത്ത വസ്തു കാണുന്ന പോലെ, ആളെ കാണുന്ന പോലെ, പരിചയമില്ലാത്ത ആളെ കാണുമ്പോൾ നോക്കുകയും ആരും സംസാരിക്കാനില്ല. പിന്നെ നമ്മൾ പോയി, ഞാൻ പള്ളി പോകാതിരുന്നില്ല, ആശുപത്രി പോകാതില്ല, ജീവിച്ചു. ദിവസങ്ങൾ ചെല്ലും തോറും പേടിയായി വരുമായിരുന്നു. ഈ 10 വർഷം 12 വർഷം ശിക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കും പേടിയായിരുന്നു. കാണാനൊക്കെ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് കാണാനൊക്കുമോ, എനിക്ക് കണ്ടിട്ട് മരിക്കാൻ, ഞാൻ മരിക്കുമ്പോൾ ഇവൻ വരുമോ ഇല്ലോ പേടിയുണ്ടായിരുന്നു. അവനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, മരിക്കുമ്പോൾ നീ നാണം കടാൻ വരണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർ പരിഹസിക്കല്ലോ, അത് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു. അതിനുശേഷം പിന്നെ വിളിച്ചില്ല. തന്റെ പട്ടിഷോ കണ്ടു ചാനലില്. സർ കേസിന്റെ ജെന്യൂനിറ്റി ബോധ്യപ്പെട്ടതിന് ശേഷം സാറിനെ അറിയിക്കാന്ന് വിചാരിച്ചു സർ. സോറി സർ. ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാ. So hi, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലാണ്. You may have seen this man today morning. ഈ നിൽക്കുന്ന ഇഡിയറ്റ് ഓഫീസർ നാളെ രാവിലെ തന്റെ ഓഫീസിലേക്ക് വാ. സസ്പെൻഷൻ ഓർഡർ അപ്പ തരാം. സർ സർ and ഈ ഓഫീസേഴ്സ് എല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്.